സഭാപ്രസംഗകൻ 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപ്പിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. ഓർമ്മിക്കുക, തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ വീണ്ടെടുത്തത്, സ്ലീഹന്മാരാകുന്ന ഉറച്ചടിസ്ഥാനത്തിന്മേൽ പണിതത്, രക്തസാക്ഷികളുടെ ചുടുനിണം നൽകി വളർത്തി വലുതാക്കിയ സഭയുടെ ഫലം ശേഖരിക്കാൻ തമ്പുരാൻ വരികയായി. കൊടുക്കാൻ എന്തുണ്ട് കയ്യിൽ? എന്തൊക്കെയോ നേടാനുള്ള നെട്ടോട്ടത്തിൽ നേടേണ്ടതൊന്നും നേടിയില്ലേ? അതോ സ്വന്തമാക്കിയെന്ന് കരുതിയവയൊക്കെ ചിതലും പുഴുവും മരിച്ചുവോ? വിലയിരുത്തണം നാം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അതിന്റെ സമൃദ്ധിയിൽ വളരാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൽ നാം കേട്ട തിരുവചനങ്ങൾ ഹൃദയത്തിൽ ഒരു വിത്ത് വിതച്ചോ? അതിനു മുമ്പായി ഹൃദയമാകുന്ന നിലം നല്ലതുപോലെ ഒരുക്കിയിരുന്നു എങ്കിൽ തമ്പുരാൻ ഫലം കണ്ടെത്തും, തീർച്ച. ഇല്ലെങ്കിൽ ഇങ്ങനെ മുൻപോട്ടു പോയിട്ട് കാര്യമില്ല. ചിന്തിക്കണം, എന്തു ഫലമാണ് ഞാൻ നൽകിയത്? എന്റെ ചുറ്റുമണഞ്ഞവർക്ക് തണലേകുവാൻ ഒരു വേള ഞാൻ മടിച്ചുവോ? ഏറെ വേദനിക്കുന്നവർ ചുറ്റുമുണ്ടായിട്ടും കണ്ടില്ലെന്ന് നടിച്ചോ? സഹായിക്കാൻ മടിച്ചോ? ഒന്ന് പറഞ്ഞു തീർന്നാൽ സമാധാനമായി എന്നു കരുതി സമീപിച്ചവർക്ക് തിരക്കിന്റെ വലിയ ഭാവം നടിച്ചോ? കടന്നു ചെല്ലുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയാത്ത വിധം അകലങ്ങളിലായിരുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്റെ പ്രാർത്ഥനയുടെ തണൽ അവിടെ എത്തിയിരുന്നു. പത്രോസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇവയൊക്കെ കാണൂ. നാം ചെയ്യേണ്ടത് ചെയ്തോ, ചെയ്യേണ്ടതുപോലെ ചെയ്തോ, ഫലം എന്തുമാകട്ടെ. ദൈവഹിതം അനുവർത്തിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിനാണ് ദൈവം മാർക്കു നൽകുന്നത്. ആയതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ച് ദൈവം തരേണ്ട നിത്യസമ്മാനം വാങ്ങാൻ തക്കവിധം പ്രാപ്തിയുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
വസിച്ചിടുവാനേ ഹൃത്തടം നിർമ്മലമാക്കേണമേ. വിശ്വപ്രപഞ്ചത്തിലെന്നുമെന്നും ശാന്തി പുലർന്നിടാൻ നീ വരണേ. വിശ്വപ്രപഞ്ചത്തിലെന്നുമെന്നും ശാന്തി പുലർന്നിടാൻ നീ വരണേ. ഞങ്ങൾ തൻ ഹൃദയങ്ങൾ ഒന്നു ചേരാം. കനിയണേ നീ എന്നും തുണയാവണേ. കനിയണേ നീ എന്നും തുണയാവണേ. നിത്യം വഴികാട്ടും സ്നേഹമേ നീ ഇരുളകറ്റേണമേ എന്നുമെന്നും. നിത്യം വഴികാട്ടും സ്നേഹമേ നീ ഇരുളകറ്റേണമേ എന്നുമെന്നും. നീ വസിച്ചേ